2026 മെയ് 23 ശനിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഇന്ന് മാനസിക വിഷമം ഉണ്ടായേക്കുന്ന സാഹചര്യമാണ് എന്നുള്ള സൂചനകൾ. യാത്രാവേളകളിൽ ദോഷാനുഭവങ്ങൾക്കോ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കോ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന രീതിയിൽ പെരുമാറ്റങ്ങൾ സ്വന്തം തകർച്ചയ്ക്ക് കാരണമാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടവം രാശി, കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇടപെടലുകളിൽ അലച്ചിലോ ധനനഷ്ടമോ ഉണ്ടാകാതെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കുടുംബത്തിൽ അനാവശ്യ തർക്കങ്ങൾ കാരണം മനസമാധാനവും സന്തോഷവും കുറയ്ക്കാൻ ഇടയുള്ളതിനാൽ സംയമനം പാലിക്കുന്നത് നന്നായിരിക്കും. മിഥുനം രാശി, മകയിരം അവസാന പകുതിയും, തിരുവാതിര പുണർതം ആദ്യ മുക്കാൽ ഭാഗവും. ദീർഘനാളായി അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമാകുന്ന മുക്തി ലഭിക്കുന്ന ശുഭദിനം. ശാരീരികമായ ഉണർവും നല്ല ഉറക്കവും അനുഭവപ്പെടും. സാമ്പത്തിക ലാഭത്തോടൊപ്പം നല്ല സുഹൃത്തുക്കളോടുള്ള സഹായവും ഇന്ന് തേടിയെത്തുന്നതായിരിക്കും. കർക്കിടകം രാശി, പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം എന്നിവർ സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും നിയമപരമായ ഇടപെടലുകളിലും അതീവ ജാഗ്രത പുലർത്തേണ്ടുന്ന ദിവസമാണിത്. കാര്യതടസ്സങ്ങൾ, ശത്രുഭയം, കോടതി വ്യവഹാരങ്ങളിൽ തിരിച്ചടികൾ എന്നിവ ഉണ്ടാകാതെ ഓരോ നീക്കത്തിലും കൃത്യമായ മുൻകരുതലുകൾ എടുക്കുക. ചിങ്ങം രാശി, മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ദാമ്പത്യ ജീവിതത്തിൽ മികച്ച ഒത്തൊരുമയും സന്തോഷവും അനുഭവപ്പെടുന്ന ദിവസമാണിത്. വാഹനഭാഗ്യത്തോടൊപ്പം തന്നെ രുചികരമായിട്ടുള്ള ഭക്ഷണം ആസ്വദിക്കാൻ സാഹചര്യം ഒരുങ്ങും. സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടാനും അപ്രതീക്ഷിത സമ്മാനങ്ങളോ പുരസ്കാരങ്ങളോ ലഭിക്കാനും യോഗ്യതയുണ്ട്. കന്നി രാശി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ, ശാരീരികമായിട്ടുള്ള സുഖക്കുറവോ ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട്. സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അനാവശ്യ കൂട്ടുകെട്ടുകൾ വഴി പേരുദോഷം കേൾക്കാനിടയുണ്ട്. വരുമാനത്തെക്കാൾ വലിയ ചെലവുകൾ വരാതെ നോക്കേണ്ടതുണ്ട്. തുലാം രാശി, ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം വലിയ ലാഭത്തിലേക്ക് വഴിമാറുന്ന ശുഭദിനമാണിത്. രാഷ്ട്രീയക്കാർക്ക് സമൂഹത്തിൽ പ്രശസ്തിയും അംഗീകാരവും വർദ്ധിക്കും. ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ നല്ല തൊഴിൽ അവസരങ്ങൾ ലഭ്യമാകും. വൃശ്ചികം രാശി, വിശാഖം അവസാന കാൽഭാഗം, അനിയം തൃക്കേട്ട. സമൂഹത്തിലെ ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളിൽ നിന്ന് ആദരവുകളോ സമ്മാനങ്ങളോ ലഭിക്കാൻ യോഗമുള്ള ദിവസമാണിത്. രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നത് വഴി മനസ്സിന് വലിയ സന്തോഷം കൈവരും. സമൂഹത്തിൽ നല്ല പേരും അംഗീകാരവും നേടിയെടുക്കാൻ സാധിക്കും. ധനു രാശി, മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടുന്ന ദിവസമാണിത്. വിഷജന്തുക്കളിൽ നിന്നോ ഇഴജന്തുക്കളിൽ നിന്നോ ദോഷങ്ങൾ ഉണ്ടാകാതെ ജാഗ്രത പാലിക്കുക. ശാരീരിക അസ്വസ്ഥതകളും മനഃശാന്തി കുറവും അനുഭവപ്പെടാൻ ഇടയുള്ളതിനാൽ ഈശ്വര ചിന്തയോടെ ഇരിക്കുക. മകം രാശി, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളോ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്പം അലട്ടിയേക്കാം. കുടുംബത്തിൽ പങ്കാളികളുമായോ മക്കളുമായോ അനാവശ്യ കലഹങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതുണ്ട്. സാമ്പത്തിക നഷ്ടങ്ങൾക്കോ അപമാനങ്ങൾക്കോ ഇടവരുത്താതെ സൂക്ഷ്മതയോടെ പെരുമാറുക. കുംഭം രാശി, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സമൂഹത്തിലെ ഉന്നത വ്യക്തികളെ പരിചയപ്പെടാനും അവരോടൊപ്പം നല്ല കാര്യങ്ങൾക്കായി സമയം ചെലവഴിക്കാനും അവസരം ലഭിക്കും. നല്ല ഭാഗ്യ അനുഭവങ്ങൾ കൂടെയുണ്ടാകും. ധനനേട്ടത്തോടൊപ്പം തൊഴിൽ രംഗത്ത് മികച്ച വിജയവും അംഗീകാരവും ഇന്ന് ലഭിക്കും. മീനം രാശി, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. തൊഴിൽ രംഗത്ത് മികച്ച വിജയവും ശത്രുക്കളുടെ മേൽ ആധിപത്യവും നേടാൻ സാധിക്കുന്ന ദിവസമാണിത്. നിയമപരമായിട്ടുള്ള തർക്കങ്ങളിൽ അനുകൂലമായ വിധിയും സമ്പാദിക്കാൻ കഴിയും. സ്ത്രീകളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ നല്ല അവസരങ്ങൾ ലഭിക്കാനും ഭക്ഷണ സുഖമുണ്ടാകാനും യോഗമുണ്ട്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും വേണ്ടി ജയറാണി EV 97 46 81 22 12 എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക.